വെസ്റ്റിൽ ഈ പാകിസ്ഥാനുമായിട്ട് ഉള്ള ഈ ഒരു അലമ്പ് എന്ന് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് തന്നെയാണ് എക്സസൈസ് തൃശൂലിൻ്റെ ഇത്. അതാ നമ്മൾ നേരത്തെ കോൾഡ് സ്റ്റാർ ഡോക്ട്രിൻ അത് നമ്മൾ പരീക്ഷിച്ചായിരുന്നല്ലോ. അന്നാണ് മറ്റേ ജനറൽ വി കെ സിംഗ് ഇത് ഓടി വന്ന് ഭരണം പിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. കോൾഡ് സ്റ്റാർ ഡോക്ട്രിൻ്റെ ഇത് വെച്ചിട്ട് ആഗ്രയിൽ നിന്ന് ഡൽഹി വരെ ഒരു പർട്ടിക്കുലർ കോറ് മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും നമ്മൾ ടൈം ചെയ്യാനായിട്ട്, ആർമി ടൈം ചെയ്യാനായിട്ട് റിയൽ ടൈമായിട്ട് എന്നാന്ന് പോയി നോക്കാമല്ലോ. ഡൽഹി പുറത്ത് വെച്ച് അവരത് തിരിച്ച് പോരുകയും ചെയ്തു. ആ ഒരു ടൈമിങ് എടുക്കാനായിട്ട് ഇത് ഒരു പ്രാവശ്യം പോലും ഒരു കാര്യം ചെയ്യാതെ നമ്മൾ 15 മിനിറ്റുള്ളിൽ ചെയ്തു തീർക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് 100,000 എന്താ പറയുക ഫോൾട്ട് ലൈനുകൾ കണ്ടുപിടിക്കും. അതിപ്പോൾ ഓപ്പറേഷൻ തൃശ്ശൂലായാലും ശരി, ഇതുപോലുള്ള ഏത് കാര്യങ്ങളായാലും ശരി, ഒരു പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ നമുക്ക് എവിടെയൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളത് അത് സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തണം. അത് നന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു നോർമൽ ലേണിംഗ് പ്രൊസീജിയറാണ്. ലേൺ ഫ്രം യുവർ ഫോൾട്ട്സ്. നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ച് അതിനെ മാറ്റി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നാളെ ഒരു വാർ വരുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആർമിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഡിഫൻസ് ഫോഴ്സുകളുടെ എല്ലാം ഒരു മോട്ടോ ഉണ്ട്. ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. യെസ്, അത് തന്നെയാണ് നമ്മൾ ഇപ്പം ഇത്തിരി വേർത്തോട്ടെ കുഴപ്പമില്ല, നല്ലതാ. സമാധാന കാലത്ത് നന്നായി വേർത്താൽ യുദ്ധകാലത്ത് അത്ര കുറച്ചേ ചോര ചിന്തുള്ളൂ. അത് തന്നെയാണ്. അതാണ് ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ റെഡിയാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നമ്മൾ പറഞ്ഞാണ്. ഇന്ത്യ റെഡിയാണ് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇങ്ങനെയുള്ള വാർ ഗെയിംസ് ആണ്. വൈദ്യത്തെ നമ്മൾ ഓരോ സമയത്തും അതിനകത്ത് 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഈ പട്ടാളക്കാർ വെറുതെ ബാരക്കുകളിൽ ചെന്ന് എന്താ പറയുക തിന്ന് പിടിച്ച് സെൻട്രിൽ നിന്ന് കാവലിൽ നിന്ന് തിരിച്ചു പോകുന്ന അങ്ങനല്ല ഒരു ആർമി അല്ലെങ്കിൽ ഒരു നേവി അല്ലെങ്കിൽ ഒരു എയർഫോഴ്സ് വർക്ക് ചെയ്യേണ്ടത്. അവർ ഈ പീസ് ടൈമിൽ തീർച്ചയായിട്ടും അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള പ്രോസസ്സ് ഡെവലപ്മെൻറ്റുകൾ ചെയ്യണം. ആയുധങ്ങളുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നന്നാക്കാനായിട്ട് എന്ത് ചെയ്യണം. ഇപ്പോൾ ഈ ക്യാച്ച് ഫൈറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ DRDO എന്ന് വന്നതാണ്, പക്ഷേ ഐഡിയ എയർഫോഴ്സിൽ നിന്ന് പോയിട്ടുള്ള സാധനങ്ങളാണ്. മനസ്സിലായില്ലേ? അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ആഗ്രഹിച്ചു. അതായത് ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ സമയത്ത് ആൾക്കാരോട് പറയും, അതിൻ്റെ അത് പങ്കെടുക്കുന്നവരോട്, ടീം മെമ്പേഴ്സിനോട്, അത് എല്ലാ കോപ്പറേറ്റുകളും ചെയ്യുന്നതാണ്. ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ സമയത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു വലിയൊരു ബോർഡിൻ്റെ അകത്തിട്ട് നമ്മൾ ഈ മഞ്ഞ പോസ്റ്റ്-ഇറ്റ് നോട്ടുകളുണ്ടല്ലോ, അതിലേക്ക് ഒരു ഐഡിയ എഴുതിയിട്ട് അതിലൊട്ടിച്ച് വയ്ക്കും. ഈ ഒരു പ്രശ്നമുണ്ട്, അതിനെ നമുക്ക് എങ്ങനെ നേരിടാം. എന്നിട്ട് പറയും അടുത്ത സെൻറ്റൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്റ്റുപ്പിഡ് ഐഡിയ. എത്ര സ്റ്റുപ്പിഡായിട്ടുള്ള ഐഡിയ ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാലും ബാക്കിയുള്ളവർ ചിരിക്കും തോന്നിയാലും പറയണം. അത് നമ്മളവിടെ എഴുതും. അത് സ്റ്റുപ്പിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആ മുൻവിധി ഇല്ലാതെ ഇതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെയൊക്കെ ഒരു ഇത്. അങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റോമിങ് സെഷനുകളിൽ നിന്ന് വരുന്ന ഐഡിയകളാണിതെല്ലാം. അതിനെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളത് ബാക്കി പിന്നത്തെ കാര്യം. ഭ്രാന്തൻ ആശയങ്ങളിൽ നിന്നാണ് ലോകം നന്നായിരിക്കുന്നത്. ഭ്രാന്തൻ ആശയങ്ങളിൽ നിന്നാണ് ആൾക്കാർ നന്നായിട്ടുള്ളത്. അങ്ങനെ ഉള്ള ആശയങ്ങളെ നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മേളിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ വർക്ക് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് സംഗതി നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ തൃശ്ശൂർ എക്സസൈസ് എന്താണെന്ന് നോക്കാം, നമുക്ക് എവിടം വരെ എത്തും എന്ന് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഡിസംബർ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ളത് ഡിസംബറിന് മുമ്പ് എന്നുള്ളതാണ് നമ്മൾ അന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ എന്തായാലും അത് എങ്ങനെയാണ് നമ്മുടെ നേരെയുള്ള ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുതൽ നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും.